വിദ്വേഷ പരാമർശ കേസിൽ ജാമ്യം ലഭിച്ച ടി.ജി. മോഹൻദാസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യൽ ഹാജരാകണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ചോദ്യം ചെയ്യൽ. ദുർബലമായ വകുപ്പുകൾ ചുമത്തിയതും നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്തതുമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാനിടയാക്കിയതെന്നാണ് ആക്ഷേപം. ടി.വി. പ്രസാദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഒന്നാമത് ഈ അറസ്റ്റ് നടപടിയിലേക്ക് എത്തിയത് തന്നെ വൈകി എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചത് നോട്ടീസ് നൽകുന്നതിന് സംബന്ധിച്ച നോട്ടീസ് നൽകുന്നതിലെ നടപടിക്രമങ്ങളിൽ വരുത്തിയ വീഴ്ച, അപ്പോൾ ആ ഒരു വിമർശനം അടക്കം നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ തുടർന്ന് നീക്കങ്ങൾ നടത്തുന്നത് അന്വേഷണ സംഘം മോഹൻദാസിന്റെ കാര്യത്തിൽ? ഷിഹാസ്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഇന്നലെ ടി.ജി. മോഹൻദാസിന് ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങളായി നിയമവൃത്തങ്ങൾ പറയുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് വീര്യം കൂടിയ വകുപ്പുകളൊന്നും അതിൽ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര മോശമായ, അതായത് സമീപകാലത്തൊന്നും ഒരാളിൽ നിന്നും ഇല്ലാത്ത ഒരു പ്രസ്താവനകളാണ്, അല്ലെങ്കിൽ വർത്തമാനങ്ങളാണ് ടി.ജി. മോഹൻദാസിന്റെ ഭാഗമായി ഉണ്ടായത്, പ്രത്യേകിച്ച് CJP സമരത്തിന്റെ ഭാഗമായി. പക്ഷേ ആ രീതിയിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. 11 ദിവസം FIR രജിസ്റ്റർ ചെയ്ത് 11 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകുന്നത്. വളരെ ധൃതി പിടിച്ച് ചെയ്ത അറസ്റ്റ് പോലെ നോട്ടീസ് പോലും കൊടുക്കാതെയാണ്, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് അറസ്റ്റ് ചെയ്ത്. ഈ 2 കാര്യങ്ങൾ ജാമ്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം ജാമ്യത്തെക്കുറിച്ച്. എന്തായാലും ടി.ജി. മോഹൻദാസിനത് അനുഗ്രഹമായി. ഇത്തരം വർഗീയ വിഷം തുപ്പുന്ന വാക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ടി.ജി. മോഹൻദാസിനെതിരെ ഇത്ര ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്താവുന്ന പരാതികൾ കിട്ടിയിട്ടും ആ പരാതികൾ വേണ്ട വിധം കൃത്യമായി നിർവഹിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നിടത്താണ് ടി.ജി. മോഹൻദാസുമാർ കേരളത്തിൽ വളരാനുള്ള ഒരു കാരണമായി നിൽക്കുകയും ചെയ്യുന്നത്. ഇത്ര മോശം പരാമർശങ്ങൾ സമീപകാലത്തൊന്നും ഉണ്ടായില്ല എന്ന് എല്ലാവരും പറഞ്ഞതുമാണ്. പക്ഷെ എന്നിട്ടും ടി.ജി. മോഹൻദാസിന് അനുകൂലമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്നതാണ്. നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ ജൂലൈ മാസം 29-നാണ് നിരവധി പരാതികൾ വന്നതിൽ ഒരു പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം വരെ ടി.ജി. മോഹൻദാസിനെ ഒന്നും തൊട്ടില്ല കേരള പോലീസ്. അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നപ്പോൾ ധൃതി പിടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഓടി കൊച്ചിയിൽ പോയി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴേക്ക് നടപടികളിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു. അത് ടി.ജി. മോഹൻദാസിന് അനുഗ്രഹമായി മാറുകയും ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. തിരുവനന്തപുരത്ത് തുടരുകയാണ് ടി.ജി. മോഹൻദാസ്. തുടർച്ചയായ 3 ദിവസങ്ങളിലായി ചോദ്യം ചെയ്യലുണ്ട്. ഇതിന്റെ മറ്റ് രേഖകൾ പോലീസ് സംഘം ശേഖരിക്കുകയും ചെയ്യും. എന്തായാലും ഇത് സംബന്ധിച്ച പോലീസിന് പറ്റിയ ഗുരുതരമായ വീഴ്ച ഇനി എന്താണ് എന്നത് സംബന്ധിച്ചുള്ള സജീവ ചർച്ചയുണ്ടാകും. അപ്പീൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ശ്രുതി, ഷിഹാസ്. വ്യക്തമാണ്. എന്തായാലും ടി.ജി. മോഹൻദാസിനെതിരായിട്ടുള്ള കേസിലാണ് ചെറിയ രീതിയിൽ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് വിമർശനം, ആക്ഷേപം ഉയരുന്നത്. ടി.വി. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.